ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ ബ്രെഡും പാലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലും ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബട്ടർ പുഡിങ് ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ അളവിലാണ് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നത്. അപ്പോൾ നമുക്ക് 10 ഗ്രാം വരെ ചൈന ഗ്രാസ് എടുക്കാം, അതായത് 6 മുതൽ 10 ഗ്രാം വരെ. അപ്പോൾ ഞാനിപ്പോൾ 6 to 7 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ക്രീമി ആയിട്ട് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഈ ഒരു ബട്ടർ പുഡിങ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ പാർട്ടിക്കൊക്കെ കട്ട് ചെയ്ത പോലെ ലെവലിൽ കട്ട് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം വരെ എടുക്കുക കേട്ടോ, കറക്റ്റ് അളവാണ്. അപ്പോൾ 6 മുതൽ 10 ഗ്രാം വരെ ചൈന ഗ്രാസ് എടുക്കുക. അതിലേക്ക് ഏകദേശം 1 കപ്പ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടെല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് കുതിർത്ത് വെക്കണം. ഏകദേശം ഒരു 6-7 മിനിറ്റ് മാത്രം മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ സോക്കാവും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ചെറിയൊരു കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, നമ്മുടെ വാനില ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കാം. തണുത്ത പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ചൂടാക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുഡിങ് റെഡിയാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് പാലെടുത്താൽ മതി. പിന്നെ ഇത് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്യാതെ വേണമായിട്ട് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്ന ബട്ടർ പുഡിംഗ് ആണല്ലോ, അതുകൊണ്ട് മെയിനായിട്ട് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഞാൻ 100 ഗ്രാം അളവിൽ ബട്ടർ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടർ വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഉപ്പില്ലാത്തത്. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസിൽ അത് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആ ഒരു ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായി വരും, ചൈന ഗ്രാസൊക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ നോക്കുക. ഈ ഒരു സമയത്ത് മധുരം നിങ്ങൾ ചെക്ക് ചെയ്യട്ടെ. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇനിയും എക്സ്ട്രാ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഇനി അതിന് പകരം പഞ്ചസാര ചേർത്താലും മതിയിട്ട്, ഏതാണോ ഇഷ്ടമുള്ളത് ചേർക്കുക. എന്തായാലും കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചെങ്കിലും ചേർക്കണേ, കാരണം പുഡിങ്ങിന് അത്രത്തോളം ടേസ്റ്റ് കൊടുക്കും കേട്ടോ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ. ഇതുപോലെ ചൈന ഗ്രാസും പാലും എല്ലാം കൂടി ഒന്നിച്ച് തിളപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ പാല് പിരിഞ്ഞു പോകുന്ന ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഒരു പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. കാരണം പലർക്കും പുഡിങ് റെഡിയാക്കുന്ന സമയത്ത് സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിന് ടെമ്പറേച്ചറിൻ്റെ പ്രശ്നം കൊണ്ട് പാല് പിരിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു പുഡിങ്ങിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പം അതിനെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് കുറവായതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നോക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മെൽട്ടായി വന്നില്ലേ, ബട്ടറും ചൈന ഗ്രാസും ഒക്കെ മെൽട്ടായി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ പാല് നോക്കിയാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് കോരുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ, ഒട്ടും തന്നെ തരികളില്ലാതെ ചൈന ഗ്രാസ് മൊത്തത്തിൽ മെൽട്ടാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ചങ്ങ് നല്ലപോലെ പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് കസ്റ്റാർഡ് പൗഡർ മിക്സ് ഇല്ലേ, അത് ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒഴിച്ച് ഉടനെ തന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നങ്ങ് തിക്കായിട്ട് വരാൻ തുടങ്ങും കേട്ടോ. എന്നിട്ട് ആ ഒരു പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ റെഡി ആയിക്കോളും. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം മിഡിൽ നിന്നൊക്കെ ഒന്ന് തിള വരാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 3 പീസ് ഇടാം, 4 പീസ് ഇടാം, 5 പീസ് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ്. കൂടുതലായിട്ട് ബ്രെഡിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ കൂട്ടിയിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 4 പീസ്
ഇതുപോലെ സൈഡൊക്കെ പോർഷനൊക്കെ ബ്രൗൺ പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പോരാഞ്ഞിട്ട്. അപ്പോൾ ടോട്ടൽ 5 പീസ് ബ്രെഡ് ഇട്ടിട്ട് അത് എൻ്റെ ഒരു ചെറിയ ബ്രെഡാണ് കണ്ടത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നല്ല വലിയ സ്ലൈസ് ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു 3 പീസൊക്കെ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അങ്ങ് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ പരിപാടിയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പുഡിങ്ങിൽ ഈ ഒരു സമയത്ത് അത്യാവശ്യം മധുരം വേണമെങ്കിൽ നമുക്ക് തണുത്തിട്ടല്ലേ ഇത് കഴിക്കുക. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നില്ലേ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെക്കാം. ഒന്നങ്ങ് ചൂടാറട്ടെ. മൊത്തത്തിൽ നന്നായിട്ട് തണുക്കുന്ന വരെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അതിനൊരു പാകത്തിനുള്ള ചൂടാറുമല്ലോ ആ ഒരു സമയത്ത് എടുക്കുക. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് അങ്ങ് ചൂടാറിയതിന് ശേഷം ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിക്കൊന്ന് തിക്കായിട്ട് വന്നിട്ടില്ലേ കൂടുതലായിട്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ, പക്ഷെ അതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇനി എല്ലാം കൂടി ചേർത്തിട്ട് ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പുഡിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിലായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് ട്രേ ഇല്ലയെന്ന് വെച്ച് ടെൻഷൻ ആവണം വേണ്ട. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ല, അതിൽ സെറ്റ് ചെയ്താൽ വെച്ചാലും മതിയായിട്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലായിട്ട് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റൊക്കെ ഇതുപോലെ പുറമേ തന്നെ വെക്കുക കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കാനായിട്ടില്ല. ഒരു 10-15 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, 5-6 ബദാമും ഒന്ന് പാനിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ഭംഗിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ തന്നെ. അതുമാത്രമല്ല കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലേവർ വരുമ്പോൾ. ഒട്ടും തന്നെ നിർബന്ധമില്ല, കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് നല്ല പാർട്ടികളിലൊക്കെ വെച്ച് കൊടുത്തതിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ പൗഡർ ഞാൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ, എത്രത്തോളം വേണമെന്നുള്ളത്. എന്തായാലും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഈ ഒരു പൗഡറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിലക്കടലയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പാനിലിട്ട് റോസ്റ്റ് ചെയ്ത് അതൊക്കെ പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചേർത്താലും നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുകളിലായിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്ത സ്ലൈസസ് ഇല്ലേ, അത് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 3-4 മണിക്കൂറൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കഴിക്കാനാണ് ഇത് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ പുറമേ വെച്ചിട്ട് തന്നെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബട്ടർ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ല. അപ്പോൾ പാല് പിരിഞ്ഞ് പോകുന്ന ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ബട്ടർ പുഡിങ് കുറേ മുന്നേ ഒരു പുഡിങ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുന്നത്. അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്, രണ്ടും കിഡിലനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ട് ലൈറ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അങ്ങനെ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 to 7 ഗ്രാം ചൈന ഗ്രാസ് യൂസ് ചെയ്തുകൊണ്ട് നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം വരെ മാക്സിമം ചേർക്കായിട്ട് ഈ ഒരു 1/2 പാക്കറ്റ് പാലിൽ. അപ്പോൾ ഇത്രയുള്ള നല്ല ഭംഗിയില്ല, ഒരു പൗഡറും കൂടി ഇട്ടത് കൊണ്ട് തന്നെ കഴിക്കാൻ കിട്ടുവാനായിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്